My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. This video found you for a reason. ഈ വീഡിയോ നിങ്ങളെ കണ്ടെത്തിയതിൽ ഒരു റീസൺ ഉണ്ട്. I don't know what is the reason, but നമുക്ക് നോക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഇതുപോലുള്ളൊരു അവസ്ഥയിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഇതുപോലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. what I can see is നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ ഒരു ബ്രൈറ്റ്നെസ് കളേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നത് പോലെ, നിങ്ങൾ എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻ്റ് ആക്കുന്നത് പോലെ ഓർ ബോൾഡ് ആക്കുന്നത് പോലത്തെ ചില മാറ്റങ്ങൾ. ഇറ്റ്സ് ലൈക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് വളരെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം കടന്നു പോകുന്നുണ്ടായിരിക്കുക, ഓർ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ വീക്കായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ശരീരം ഒന്ന് ആക്റ്റീവായിട്ട് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ജസ്റ്റേഴ്സിൽ തന്നെ നിങ്ങളുടെ എൻറ്റയർ ബോഡി സിസ്റ്റത്തിന് ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു എനർജി ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയില്ല, ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ ഫിസിക്കലി വളരെ സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ട് വരണം, അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആവേണ്ട ടൈമാണ് നിങ്ങളിത്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ച് ഇമോഷണലി മെന്റലി എനർജറ്റിക്കലൊക്കെ കുറച്ച് ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക ഈ ഒരു ടൈം, അല്ലേ? ബട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത്ര സ്ട്രോങ് ആക്കാൻ, അത്ര ചലഞ്ച് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, അത് പ്രോബബ്ലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, ഓർ വൈ ദിസ് വീഡിയോ ഫൗണ്ട് യു. എന്ത് മെസ്സേജ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്? ഷാഡോ. ഓക്കെ, സോ എക്സാക്ട്ലി റിലേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ എനിമി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് തന്നെ ആയിരിക്കാം. നിങ്ങളെ കുറച്ച് മെരുക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെ? നിങ്ങൾ പല രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം, റൈറ്റ്? ബിക്കോസ് ഈ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടതും ബാലൻസ് ചെയ്യേണ്ടതും ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും നിങ്ങളെ തന്നെയാണ്. ഓക്കെ, കാരണം മേ ബി ലൈക്ക് നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രോങ് ടീം വർക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ പ്രോബബ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ആക്ഷൻ ഹാബിറ്റ്സ് തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു ടൈമിൽ, right? Or see, oh my god, see what I can hear is, I don't know ആർക്കൊക്കെയാണ് ഈ മെസ്സേജ് കേൾക്കേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ഒരു ഇന്നർ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് ഒബ്സർവ് ചെയ്യേണ്ടതും അതാണ്. നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് എന്തൊക്കെയോ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തോ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ലൈക്ക് നിങ്ങൾ ഇതുവരെ കണക്ട് ചെയ്യാത്ത നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പവർ ആയിരിക്കാം. ഓക്കെ, എന്തോ ഒരു ജോബ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. എക്സാക്ട്ലി ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഐ ഡോണ്ട് നോ ആർക്കൊക്കെയാണ് ഇത് കേൾക്കേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ശരീരം നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ശരീരം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ തളർന്നിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിറ്റർമിനേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫീഡ്സ് ആണോ നിങ്ങൾക്ക് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് നിങ്ങളുടെ ഇന്നർ സെൽഫ് എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അതാണ് കേൾക്കേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തോ ഒരു ഡിസയർ ഉണ്ടോ, നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തോ ഒരു പേടി ഉണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടോ, നിങ്ങൾ അതുമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു പാരന്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവും, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി വേർഷന്, അല്ലെങ്കിൽ ആ ഒരു വോയിസിന്റെ ഒരു
ഒരു സൂപ്പർ ഹ്യൂമൻ പോലെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. ഓക്കെ, നീ എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അത് ചെയ്തു തരാം എന്നുള്ളത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കണം. അവിടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും പേടിക്കാൻ പാടില്ല, ഡൗട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അത് നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഹാബിറ്റ്സ് അവിടെ അതിനെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ അത് നിങ്ങൾ എടുക്കുന്ന സമയത്താണ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഒരു വോയിസ് വരുന്നത്, അതിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് ആ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് പ്ലേസിൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ വീഴുന്നത് പോലെ ഉണ്ടാവുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കണം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ, നിങ്ങൾ എന്തോ ഒരു കാര്യം ഉണ്ട്, ജസ്റ്റ് ലിസൺ ചെയ്യാം. മേ ബി നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ട എന്നുള്ളതായിരിക്കാം, ചില കാര്യങ്ങൾ വേണ്ട, സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട എന്നുള്ളതായിരിക്കാം, ചില കാര്യങ്ങൾ വേണം എന്നുള്ളതായിരിക്കാം, ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളതായിരിക്കാം, റൈറ്റ്? ചില പേടികൾ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. നിങ്ങൾക്ക് എന്തൊരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഫിയർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് അത് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു പേടി നിങ്ങൾ ഡീൽ ചെയ്യുക, മാറ്റി വെക്കരുത്. ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കിയാലേ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായിരിക്കാം ഇങ്ങനത്തെ കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് മാറ്റായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ആ ഒരു ഇന്നർ വേർഷൻ, എന്താണ് നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫ്, ഇന്നർ വോയിസ് നിങ്ങളെടുത്ത് ഡെസ്പറേറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്? ലെറ്റ്സ് സീ എന്ത് മാറ്റായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആക്ഷൻ എടുത്താൽ? നിങ്ങളുടെ പേടി, ഡൗട്ട്സ്, ഈഗോ എല്ലാം മാറ്റി വെച്ചാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ്. നിങ്ങളുടെ വലുപ്പം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലുപ്പം എന്താന്നുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒരു ക്ലിയർ ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് എത്രമാത്രം സ്പെഷ്യൽ ആണ്, അത് എത്രമാത്രം വലുതാണെന്നുള്ളത്. സോ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചില കാര്യത്തിന്റെ വളരെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു പ്രശ്നമായാലും, നമ്മുടെ ലൈഫിൽ ഒരു ചാലഞ്ചോ പ്രോബ്ലമോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇങ്ങനെ തൊട്ടടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്താന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഒരു പേടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനോട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ കിടക്കരുത്. നമ്മളൊന്ന് മാറി നിന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ബിക്കോസ് ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു വലുപ്പം, അല്ലെങ്കിൽ അത് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലത്തിലേക്ക് ഇറങ്ങി വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇന്റൻസ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനത്തെ ചില സമയത്ത് ഇങ്ങനെ നിങ്ങൾ അലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് ആസ് എ പേഴ്സൺ, ആസ് എ സോൾ നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, വിസ്ഡം, ജ്ഞാനം ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ പറ്റി, നിങ്ങളുടെ ട്രൂ സെൽഫിനെ പറ്റി, ഓർ ചില കാര്യത്തെ പറ്റി, ഓർ ചില കാര്യങ്ങൾ നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. ചില കാര്യങ്ങൾ, സ്പെഷ്യലി സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ അനുഭവത്തിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല ഈ ഒരു കാര്യം നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വരുന്നൊരു വോയിസ് എന്താണ്? എന്ത് വേണം എന്നാണ് പറയുന്നത്, എന്ത് വേണ്ട എന്നാണ് പറയുന്നത്, എന്ത് ഇമോഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്, എന്ത് ഹെൽപ്പ് വേണം, എന്ത് ഹെൽപ്പാണ് അത് ചോദിക്കുന്നത്? പ്ലീസ് ലിസൺ യുവർ വോയിസ്. നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഗൈസ്, എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഡെസ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ആ ഒരു എന്താ പറയാ, വളരെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു ലൈറ്റ്. ഓക്കെ, സോ സ്പെഷ്യലി ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോളിന് ഒക്കെ ഒരു വെളിച്ചാണ് ഉണ്ടാവുന്നത്. കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ
കാണാനും കൂടെ സാധിക്കുകയാണ് അവിടെ. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് പ്രകാശം ഉണ്ടാവുകയാണ്, ദൈവം നിങ്ങളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു പവർ, ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പവർ, യൂണിവേഴ്സ്, അതിലേക്ക് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒത്തന്റിക് പവറിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ അലോ ചെയ്യുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ പ്ലീസ് 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 വർക്ക് വിത്ത് ദിസ് ഗൈസ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, കാര്യങ്ങൾ കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് ഒരു ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഹെൽപ്പാണ് വേണ്ടത്. ബിക്കോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് അവിടെ ബാക്കിയുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ഇൻവോൾവ് ആവാനും അവിടെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ ടൈമിൽ നിങ്ങൾ ആദ്യം ഇതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് വേണ്ട പ്ലേസിൽ സംസാരിക്കുക, വേണ്ട ആക്ഷൻ എടുക്കുക, വേണ്ട ഹാബിറ്റ്സ് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ സഹായിച്ചു തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഗ്യാദർ ചെയ്യുന്നുണ്ട്, വേണ്ട ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്, ആ ഒരു പാർട്ട്ണർഷിപ്പ്. അപ്പോഴാണ് ആ ഒരു ടീം വർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇത്ര സമയമായിട്ട് നിങ്ങൾക്കത് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്കത് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആക്ഷനിലേക്ക് വരുന്ന സമയത്താണ് അവിടെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാവുന്നത്, ഒരു ക്ലാരിറ്റി, ഓർ നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, സെൽഫ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് വളരെ പേടിയുള്ള ഒരാള് അത് ഓവർകം ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു വലുപ്പം മനസ്സിലാക്കുകയാണ്, അവരുടെ ഒരു ഉള്ളിൽ അത്ര ഒരു പവർ മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ തോൽപ്പിക്കാനോ, അല്ലെങ്കിൽ ആർക്കും അവരിലേക്ക് കൂടുതൽ അടുക്കാനോ സാധിക്കില്ല. അവർ ഓൾറെഡി അവരുടെ ഒരു പൊസിഷൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു നിങ്ങളുടെ ഇങ്ങനത്തെ ചില ഈഗോസ് നിങ്ങളത് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ട്രൂ സെൽഫ് നിങ്ങൾ കണ്ടുപിടിക്കുക, ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുക. അവിടെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നില്ല, മേ ബി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങളുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ പോകുന്ന ഒരു ഫൈനാൻഷ്യൽ ഐഡന്റിറ്റി നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഐഡന്റിറ്റി. അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ നിങ്ങൾ പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്തൊക്കെയോ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. അവിടെയും ആ ഒരു ഐഡന്റിറ്റിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യത്തിന്റെ ഇന്റൻസിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. ബട്ട് ഓൺലി ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് എന്താ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ളത്, എന്താണ് നിങ്ങൾക്ക് വേണം, എന്താണ് നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നത്. അലോ യുവർ സെൽഫ്. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്നത്, അതാണ് നിങ്ങൾക്ക് ലൈറ്റ് കൊണ്ടുവരുന്നത്, അതാണ് നിങ്ങളാക്കുന്നത്. ഓക്കെ, എന്തൊരു കാര്യം, എന്തൊരു ആക്ഷൻ നിങ്ങളാക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മളായിട്ട് ജീവിക്കുന്ന സമയത്താണ് നമ്മളുടെ ലൈഫിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മൾ എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാവുക, ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുക. റൈറ്റ്? സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ശരീരത്തിലെ ചില ബേർഡൻസ്, മനസ്സിനുണ്ടായിട്ടുള്ള ഭാരങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തോ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് എടുത്ത് യൂസ് ചെയ്തിട്ടില്ല എന്നോ, അല്ലെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യത്തിന് നിൽക്കാനുള്ള ഒരു സ്പേസ് അത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് ക്ലിയർ ചെയ്യുന്നുണ്ട്, ആൻഡ് അവിടെ പുതിയൊരു സ്പേസ് ഉണ്ടാവുന്നത് വഴിയാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ലൈറ്റ് ആയിട്ടും ഒരു വെളിച്ചമൊക്കെ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് വരുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഒരു റൂമിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, വെളിച്ചം വരുന്ന വീടാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ വെളിച്ചത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല അല്ലെ. സോ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഓരോ കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ വെച്ച്
ഒന്ന് മിനിമൈസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു വെളിച്ചത്തിന് സഞ്ചരിക്കാൻ സാധിക്കുക, ഒരു ബ്രൈറ്റ്നെസ് ആ ഒരു റൂമിന് ഉണ്ടാവുക അല്ലെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഹെൽപ്പ് അവിടെ മസ്റ്റായിട്ട് വേണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പതുക്കെ എന്തൊക്കെയോ ആക്ഷൻ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കുന്നത്. ബിക്കോസ് ഈ റീഡിംഗ് നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് ഫ്രം ദ ഡിവൈൻ. ഓക്കെ, ചെയ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ, ഐ ഗിവ് മോർ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താന്നുള്ളത് മനസ്സിലാവുക, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് അനുഭവിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഒരു ശക്തി, നിങ്ങളുടെ ഉള്ളിലൊരു പവർ, നിങ്ങളുടെ ഉള്ളിലെ ടാലൻസ് ഒക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ടുള്ള സത്യം ഓർ ചില കാര്യത്തിന്റെ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ, ചില ഇമോഷൻസ് കാരണം കവറായിരിക്കാം, ഇങ്ങനെ ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് അറിയില്ല അവിടെ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരുപാട് പ്ലേസിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾക്കിടയിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും ഒരു ക്ലാരിറ്റിയും ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഓർ ചില ആളുകളുമായിട്ടുള്ള ഡീപ്പ് കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അവെയർനെസ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷനും ആ ഒരു അവെയർനെസ്സും ഉണ്ടാവുന്നുണ്ട്. സി ഡീപ്പ് ആയിട്ടുള്ളൊരു നോളേജ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവുന്നത്, കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാനും ഒക്കെ ഒരു ഇമോഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ന്യൂ ബിഗിന്നിങ്. ഓൾറൈറ്റ്, സോ ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾ ഇതുപോലത്തെ ആക്ഷനൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഒന്നും പെൻഡിങ്ങിൽ വെക്കാതിരിക്കുക നിങ്ങൾ. ഓക്കെ, ഒരു കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കരുത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അത് ഫിനിഷ് ചെയ്യുക. അത് ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു സ്പേസിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. അപ്പോഴാണ് പുതിയ കാര്യത്തിന് അവിടെ വരാൻ സാധിക്കുള്ളൂ. ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് അല്ലേ. പുതിയ കാര്യം അത് റിലേറ്റഡ് തന്നെ ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കണം, തുടങ്ങണം അല്ലെങ്കിൽ കണക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. റൈറ്റ്, സോ അത് ഇനീഷ്യേറ്റ് ചെയ്താലാണ് അതിന്റെ അടുത്ത ഘട്ടം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. മേ ബി അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം, വലിയൊരു സന്തോഷമായിരിക്കാം. ആ ഒരു സന്തോഷം അവിടെയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വളരെ ഇമ്മൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അവിടെ ഒരു ട്രൂ ട്രാൻസ്ഫർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ഒന്നും നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കരുത്. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്പർ 7. ഓക്കെ, റിയൽ കംപാക്ക്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ഓർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു ഫയർ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പോലെ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ സ്ട്രോങ് പേഴ്സൺ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവുന്നുണ്ട്, ഓർ someone is coming. Okay, so it's a confirmation, harvest. Okay, so ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഫിസിക്കാലിറ്റിയിൽ കൊണ്ടുവരേണ്ട ഒരു ടൈമാണ്. ഓക്കെ, അത് വെറുതെ സംഭവിക്കില്ല. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഉള്ളിൽ ചലഞ്ചായിട്ട് തോന്നുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതിലേക്ക് വർക്ക് ചെയ്യുക. ബിക്കോസ് അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്. പേഷ്യൻസ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് തന്നെ കാണിക്കണം. ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, പതുക്കെ ചെയ്യിപ്പിക്കുക നിങ്ങളെ കൊണ്ട് തന്നെ. പക്ഷെ ക്ഷമ, ഒരു ടൈം കൊടുക്കുക. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കാനും പാടില്ല ചില മാറ്റങ്ങൾ. എന്താന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് വളരെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, വളരെ സ്ട്രോങ് ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രോബബ്ലി ലൈക്ക് ഗൈസ്
നിങ്ങൾ എന്താണോ നിങ്ങൾ ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ഇറ്റ്സ് എ റിയൽ കംബാക്ക്. ഓക്കെ, ഒരു ഫയർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്, ഒരു പുതിയൊരു തുടക്കം. ഓക്കെ, ആൻഡ് നിങ്ങൾ ക്ലിയർ ചെയ്യാണ്. അത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ആഗ്രഹത്തിൽ വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അതവിടെ ഫുൾഫിൽഡ് ആവാൻ പോവാണ്, കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒന്നിനും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ. ഓക്കെ, ചില കാര്യത്തിൻ്റെ ഒരു ഇൻറ്റൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ചില കാര്യത്തിൻ്റെ ഒരു ഇൻറ്റൻസിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, ചില കാര്യങ്ങൾ അവിടെ നിങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവിടെ ഡിവൈൻലി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. റിലേറ്റ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള റീഡിങ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റീഡിങ്. ഇത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരോ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.